ഞങ്ങളിന്ന് പോകുന്നത് പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ഏർക്കാടിലേക്കാണ്. തമിഴ്നാട്ടിലെ തന്നെ ഒരു അണ്ടർ റേറ്റഡ് ഹിൽ സ്റ്റേഷനാണ് ഏർക്കാട്. സേലത്ത് നിന്ന് 1 മണിക്കൂറിൽ നമുക്കിവിടെ എത്താവുന്നതാണ്. ഈസ്റ്റേൺ ഗട്ട്സിലെ ഷെവറോയ് ഹിൽസിലാണ് ഏർക്കാട് സ്ഥിതി ചെയ്യുന്നത്. പൊതുവെ സഞ്ചാരികളുടെ അധികം തിരക്കില്ലാത്തൊരു ഹിൽ സ്റ്റേഷൻ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ സമാധാനമായി അതിശാന്തസുന്ദരമായ ഹിൽ സ്റ്റേഷൻ കറങ്ങിക്കാണുവാനും സാധിക്കും. 20 ഹെയർ പിൻ ബെൻഡുകൾ കയറി വേണം ഏർക്കാടിലെത്താൻ. ഏർക്കാടിനെ ജ്വൽ ഓഫ് സൗത്ത് അഥവാ തെക്കിൻ്റെ രത്നം എന്നും കൂടി അറിയപ്പെടുന്നു. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഏർക്കാട് സന്ദർശിക്കാൻ ഈ വീഡിയോ ഉപകാരപ്പെടും. ടേസ്റ്റ് ആൻഡ് ട്രാവൽ വിത്തസിൻ്റെ പുതിയ ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 7 മണിക്ക് ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ട് സേലം വഴി വൈകിട്ട് 4:30 ഞങ്ങൾ ഏർക്കാടിലെത്തിയത്. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട്. അത്യാവശ്യം വലിപ്പമുള്ള മുറിയാണ്. ഹിൽ സ്റ്റേഷനിൽ വരുമ്പോൾ ബാൽക്കണിയുള്ള മുറിയാണ് ബുക്ക് ചെയ്യാറ്. അവിടെ ഇരുന്ന് മലകളുടെ ഭംഗി ആസ്വദിക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച. കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം ഞങ്ങൾ പോയത് പീക്കു പാർക്കിലേക്കാണ്. ഏർക്കാടിലെ മനോഹരമായ ഒരു ഫാമിലി സ്പോട്ടാണ് പീക്കു പാർക്ക്. കുറച്ച് മൃഗങ്ങളും പക്ഷികളും കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയും ഉള്ള ഒരു പാർക്കാണിത്. മുതിർന്നവരെക്കാൾ കൂടുതൽ കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരിടവും കൂടിയാണിത്. മുതിർന്നവർക്ക് 300 രൂപയാണ് എൻട്രി ഫീസ്. 100 സെൻറ്റിമീറ്റർ താഴെ ഉയരമുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രിയാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കുറച്ച് പട്ടികൾ കളിക്കുന്നത് കാണാം. ഇത് എമു ആണ്, ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ പക്ഷി. നടക്കുന്ന വഴിയിൽ ഒരു ടർക്കി കോഴി നിൽക്കുന്നുണ്ട്. ഇവിടെ കുട്ടിക്കുതിരകളുടെ പുറത്ത് സവാരി ചെയ്യാനും സൗകര്യമുണ്ട്. ഞങ്ങൾ പോകുന്നത് പക്ഷികളുടെ ഏരിയയായ ബേർഡ്സ് നെസ്റ്റിലേക്കാണ്. അവിടെ കുറേ ലവ് ബേർഡ്സിനെ കാണാം. ഞങ്ങളെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് വിട്ടു. ഇവിടെ ധാരാളം തത്തകളെ കാണാം. അവരുടെ ഇടയിലൂടെ നടന്നു പോകാം. പല ഇനത്തിലും നിറത്തിലുമുള്ള ധാരാളം തത്തകളുണ്ട് ഇവിടെ. അവിടെ നിന്ന സ്റ്റാഫ് കുറച്ച് സീഡ്സ് എടുത്ത് കയ്യിൽ വെച്ച് തന്നതും എവിടെ നിന്നൊക്കെയോ തത്തകൾ പറന്നു വന്ന് കയ്യിലും തലയിലുമായി വന്നിരുന്നു. ഇത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇത് കണ്ടപ്പോൾ ഋതുക്കുട്ടിയും ഓടി വന്ന് തൊടാൻ ശ്രമിക്കുന്നുണ്ട്. ഇവരുടെ ശബ്ദം കാരണം കുറച്ചു നേരം ചെവി കേൾക്കുന്നുണ്ടായിരുന്നില്ല. കയ്യിലുള്ള സീഡ്സ് തീരും വരെ അവിടെ നിന്നു. അടുത്ത ഡോറിലൂടെ കടന്ന് വേറൊരു സെക്ഷനിലെത്തി. ഇവിടെയും കുറച്ച് തത്തകളുണ്ട്, കൂടെ ഒരു ടൂക്കണും. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് അക്വേറിയം കാണാം. ഓരോന്നിലും പലതരത്തിലുള്ള മീനുകളുമുണ്ട്. പല ബ്രീഡിലുള്ള കുറച്ച് പട്ടികളും ഇവിടെയുണ്ട്. ആട്ടിൻകുട്ടിയെ കണ്ടതും ഋതുക്കുട്ടി അതിനെ തലോടാൻ തുടങ്ങി. വേറെ കുറച്ച് ആടുകൾക്ക് പുല്ലും വായിൽ വെച്ച് കൊടുത്തു. ഒട്ടകപ്പക്ഷിയും ഉണ്ട് ഇവിടെ. കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പ്ലേ ഏരിയയും ഉണ്ട് ഇവിടെ. എവിടെ സ്ലൈഡ് കണ്ടാലും വിടാത്ത ആളാണ് ഋതുക്കുട്ടി.
അവിടെ നിന്ന് വരാൻ കൂട്ടാക്കാത്ത ഋത്തുക്കുട്ടിയെയും പൊക്കിയെടുത്ത് ഓടി കാറിൽ കയറി. പിന്നെ ഞങ്ങൾ പോയത് പഗോഡ വ്യൂ പോയിന്റിലേക്കാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. പണ്ടുകാലത്ത് കല്ലുകൾ കൂട്ടി പഗോഡയുടെ ആകൃതിയിൽ നിർമ്മിച്ചതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സ്ഥലത്തിന് പഗോഡ പോയിന്റ് എന്ന പേര് കിട്ടിയത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഏർക്കാടിൻ്റെ മലകളുടെയും താഴ്വരകളുടെയും ഒരു വൈഡ് പനോരമിക് വ്യൂ ലഭിക്കും. നല്ല തണുത്ത കാറ്റാണ് ഇവിടെ. ഇതൊരു അമ്പലമാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ കല്ലുകൾ കൂട്ടി വെച്ചുണ്ടാക്കിയ പഗോഡ. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ പോയത് സൺറൈസിനു പ്രശസ്തമായ മഞ്ഞക്കുട്ട വ്യൂ പോയിന്റിലേക്കാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ പ്രധാന പ്രത്യേകത ഷെവറോൺ ഹിൽസിൻ്റെ പൂർണ്ണമായ പനോരമിക് വ്യൂ ആണ്. കുന്നുകളും കാടുകളും മേഘങ്ങളും എല്ലാം ചേർന്ന് മനോഹരമായ നാച്ചുറൽ ഫ്രെയിം കിട്ടുന്നു. അവിടെയുള്ള ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ച് ഞങ്ങൾ പോയത് ഷെവറോൺ ടെമ്പിളിലേക്കാണ്. മഞ്ഞക്കുട്ടയിൽ നിന്ന് ഷെവറോൺ ടെമ്പിളിലേക്ക് പോകുന്ന വഴി കുറച്ച് മോശവും ഇടുങ്ങിയതുമായിരുന്നു. കുറച്ച് ചെന്നപ്പോൾ മോശമില്ലാത്ത റോഡായിരുന്നു. ഇതാണ് ഷെവറോൺ ടെമ്പിളിൻ്റെ എൻട്രൻസ്. 10 രൂപയാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് മേടിച്ചത്. ഉള്ളിലേക്ക് കയറി അമ്പലത്തിന് മുന്നിൽ കാർ പാർക്ക് ചെയ്തു. ഏർക്കാടിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തായാണ് ഷെവറോൺ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു ചെറിയ ഗുഹയുടെ ഉള്ളിലായാണ് ഷെവറോൺ സ്വാമി എന്ന മലദേവൻ്റെയും ഭാര്യ കാവേരി അമ്മയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടെ അടുത്തു തന്നെയാണ് ഷെവറോൺ വ്യൂ പോയിന്റ്. നല്ല കാറ്റുള്ള പ്രദേശമാണിവിടെ. ഇവിടെ ധാരാളം കടകളുണ്ട്. ഭൂരിഭാഗവും അടഞ്ഞുകിടക്കുകയായിരുന്നു. എൻട്രൻസ് ഗേറ്റിനടുത്തായി ഒരു വാച്ച് ടവർ കണ്ടു. ഇതാണ് അവിടെ നിന്നുള്ള കാഴ്ച. അവിടെ നിന്നിറങ്ങി ഞങ്ങൾ പോയത് ഏർക്കാട് ലേക്കിലേക്കാണ്. ₹40 എൻട്രൻസ് ഫീ ആയി മേടിച്ചത്. എമറാൾഡ് ലേക്ക് എന്നാണ് ഈ ലേക്ക് അറിയപ്പെടുന്നത്. മുതിർന്നവർക്ക് ₹10 എൻട്രി ഫീസ്. ഇവിടെ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണിത്. റോ ബോട്ടാണ് ഞങ്ങൾ എടുത്തത്. ഒരാൾക്ക് ₹200 റേറ്റ്. 15 മുതൽ 20 മിനിറ്റ് വരെ ബോട്ടിൽ യാത്ര ചെയ്യാം. പെഡൽ ബോട്ടും മോട്ടോർ ബോട്ടും ഇവിടെ ഉണ്ട്. ബോട്ടിംഗ് കഴിഞ്ഞ് അവിടെ നിന്നിറങ്ങി. ഇനി പോകുന്നത് ഏർക്കാടിലെ ഏറ്റവും പ്രശസ്തമായ കിളിയൂർ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ്. കാർ പാർക്കിങ്ങിനായി ₹50 ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചത്. വണ്ടി പാർക്ക് ചെയ്ത് പുറത്തേക്ക് നടന്നു. കുറച്ച് കുത്തനെയുള്ള റോഡാണിത്. $250 പടികൾ ഇറങ്ങി വേണം വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ. കുറച്ച് ഇടുങ്ങിയ വഴിയിലൂടെയാണ് താഴെ ഇറങ്ങേണ്ടത്.
പലയിടങ്ങളിലായി ആളുകൾക്ക് വിശ്രമിക്കാൻ ബെഞ്ച് വെച്ചിട്ടുണ്ട്. ഈ 250 സ്റ്റെപ്പും നടന്നാണ് ഋത്തുക്കുട്ടി താഴെ ഇറങ്ങിയത്. ആൾക്ക് സ്റ്റെപ്പിലൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് സാവധാനമാണ് താഴേക്ക് ഇറങ്ങിയത്. പോകുന്ന വഴിയിൽ ചെറിയ ഒരു കടയുമുണ്ട്. അവസാനം ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഏർക്കാട് ലേക്കിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ വീഴുന്നത്. അതിമനോഹരമായ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുവാനും കഴിയും. മലയുടെ പല തട്ടുകളിലായി വെള്ളം ഒഴുകുന്നതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നത്. കുറച്ചു നേരം അവിടെ ചെലവഴിച്ച് ഞങ്ങൾ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. 50 രൂപയാണ് എൻട്രി ഫീസ്. ഇത് ഇവിടെയുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ അവർ എന്തോ പണിയുന്നതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ നിന്നാൽ സിറ്റിയുടെ വ്യൂ കാണാൻ സാധിക്കും. ഇത് അവിടുത്തെ പ്ലേ ഏരിയയാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ ആണെങ്കിലും അവിടെ പൂക്കളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ പോയത് ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ചൈൽഡ് സീറ്റ് എന്നാണ് ഈ വ്യൂ പോയിന്റ് അറിയപ്പെടുന്നത്. വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നടന്നു വേണം ഈ വ്യൂ പോയിന്റിലെത്താൻ. ഇവിടെ നിന്നും നിങ്ങൾക്ക് മനോഹരമായ സൺസെറ്റ് ആസ്വദിക്കാൻ സാധിക്കും. അവിടെ നിന്ന് കുറച്ചുകൂടി നടന്നാൽ തൊട്ടടുത്ത് ജെൻസീറ്റ് എന്നൊരു വ്യൂ പോയിന്റ് കൂടിയുണ്ട്. അങ്ങോട്ടേക്കാണ് നടക്കുന്നത്. ഇതാണ് ജെൻസീറ്റ് വ്യൂ പോയിന്റ്. കുറച്ച് പടികൾ കയറി വേണം പോകാൻ. അതിമനോഹരമായ സൺസെറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇവിടെ നിന്നും കുറച്ച് മാറി ലേഡി സീറ്റ് എന്നൊരു വ്യൂ പോയിന്റ് കൂടിയുണ്ട്. സൺസെറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. കാരണം കുറച്ചധികം നടക്കാനുണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്നവർ ആദ്യം ലേഡി സീറ്റ് പിന്നെ ജെൻ സീറ്റ് വരുന്നതാണ് നല്ലത്. അങ്ങനെ വന്നാൽ കുറവ് നടന്നാൽ മതി. ഇത് ചൈൽഡ് സീറ്റിനടുത്തുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഇവിടെ ധാരാളം ചെടികൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. വളരെ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തൈകൾ വാങ്ങാം. ഇത് അടുത്ത ദിവസം രാവിലെ റിസോർട്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ഏർക്കാടിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൊടൈക്കനാലിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.